നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും നടത്തിവരുന്ന അമാവാസി പൂജ ഈ 2024 ജൂൺ മാസം 6-ാം തീയതിയാണ്. ഈ ദിവസത്തിൻ്റെ വിശേഷ പൂജകൾ വളരെയധികം ദൈവങ്ങളുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ കിട്ടാനും ഭക്തജനങ്ങൾക്ക് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും അഭിവൃദ്ധിയും സമ്പത്തും സന്തതി സൗഭാഗ്യം കിട്ടാനും ശത്രുക്കളെ കൊണ്ടും രോഗത്തെ കൊണ്ടും കടത്തെ കൊണ്ടും അപകടങ്ങളെ കൊണ്ടുള്ള വിഷമതകൾ മാറിക്കിട്ടാനും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. സമസ്ത ലോകങ്ങൾക്കും ജനങ്ങൾക്കും ജീവജന്തുക്കൾക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടിയാണ് ചെയ്തു പോകുന്നത്. രാവിലെ ഗണപതി ഹോമവും 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമവും 4 മണിക്ക് യമരാജ് ഹോമവും 5 മണിക്ക് ഭദ്രകാളി പൂജയും 6 മണി തൊട്ട് 7:30 മണി വരെയാണ് അമാവാസി കലശപൂജകൾ നടത്തുന്നത്. കലശപൂജകൾക്ക് കാലഭൈരവ പൂജയോട് വളരെ പ്രാധാന്യമുണ്ട്. ദേവ ചൈതന്യങ്ങൾ ദേവചൈതന്യങ്ങൾ കലശങ്ങളിലേക്ക് ആവാഹിച്ച് അത് ബിംബത്തിലേക്ക് ലയിപ്പിക്കുന്ന ഒരു ക്രിയയാണ്. ഓരോ ഭക്തർക്കും ഓരോ കലശം വീതം നമുക്ക് ഭഗവാന് നേരിട്ട് പൂജിച്ചത് വാങ്ങിച്ച് അഭിഷേകത്തിന് നൽകാവുന്നതാണ്. ഈ പൂജകളിലും കർമാദികളിലും പങ്കെടുക്കാൻ സ്ഥലത്തില്ലാത്തവർക്കും കഴിയാത്തവർക്കും നിങ്ങൾക്ക് ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ നാളും പേരും ഒക്കെ വച്ച് കലശങ്ങൾ പൂജിച്ച് ഭക്തജനങ്ങളാൽ തന്നെ അത് ബിംബത്തിലേക്ക് സമർപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുമ്പോഴാണ് നാട്ടിനും നാട്ടിലുള്ളവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകുന്നത്. സത്വ രജ തമോ ഗുണപ്രധാനമായിരിക്കുന്ന സർവശക്തികളും സർവകലകളും ശിവന്റെ സർവഭാവങ്ങളും 10 കൈകളും 6 അടി പൊക്കവും 3 അടി ബിംബവും 5 അടി പഞ്ചവർഗത്തിലും സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ സാന്നിധ്യ കടാക്ഷങ്ങളെ കൊണ്ട് സർവ്വവിധ വിനകളും ദുരിതങ്ങളും നമുക്ക് മാറി നല്ലത് വരും. അങ്ങനെ എല്ലാ ഭക്തജനങ്ങളും നേരിട്ട് ഒരു തവണയെങ്കിലും ഭഗവാനെ നേരിട്ട് വന്ന് കാണുകയും പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ ദേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, പിതൃശാപം ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. കാലഭൈരവ സ്വാമിക്ക് നടത്തുന്ന പൂജ കൂടാതെ മഹാദേവൻ അവിടെ ഉണ്ട്. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന ശിവന്റെ സങ്കല്പത്തിൽ പൂജയുണ്ട്. അത് സർവവിദ്യകളും ദേവന്മാർക്കും ഋഷീശ്വരന്മാർക്കും പകർന്നു കൊടുത്തുകൊണ്ട് കൈലാസ പർവ്വതത്തിങ്കൽ ജ്ഞാനസ്വരൂപനായിട്ട് സ്ഫടികം കൊണ്ടുണ്ടാക്കിയ മണ്ഡപത്തിലിരിക്കുന്ന മഹാദേവനാണ് ദക്ഷിണാമൂർത്തി. ശരവാമൂർത്തി ഉണ്ട്. സർവശത്രു മൃത്യു ദോഷങ്ങളെയും മാറ്റുന്ന തരത്തിലുള്ള ശാപാഭിചാരങ്ങളെ മാറ്റുന്ന ക്ഷുദ്ര മാരണ പ്രയോഗ ദോഷങ്ങളൊക്കെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്ത അത് മാറ്റിത്തരുന്ന ഭഗവാനാണ് ശരവാമൂർത്തി. മൃത്യുഞ്ജയമൂർത്തി സർവ രോഗങ്ങളും ദുരിതങ്ങളും ആപത്തുകളും മാറ്റിത്തരുന്ന ഭഗവാനാണ് മൃത്യുഞ്ജയമൂർത്തി. അങ്ങനെ എല്ലാ തരത്തിലും ശിവന്റെ ചൈതന്യം കാലഭൈരവ സ്വാമിയെപ്പോൾ തന്നെ പ്രധാനം അറിയിക്കുന്ന ആ കാര്യങ്ങളാണ്. പലതരത്തിലുള്ള അഭിഷേകങ്ങളും വിശേഷ പൂജകളും ഒക്കെ ഈ അമ്പലത്തിൽ നടത്തി പോരുന്നുണ്ട്. 13ഓളം സാധനങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളാണ് കലശ പൂജയിൽ കൂടി നടത്തി പോരുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഓരോ ദ്രവ്യങ്ങൾ അഭിഷേകം ചെയ്യുന്നതിലും പ്രത്യേക ഗുണനന്മകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചഗവ്യം അത് നമുക്ക് പാപക്ഷയവും ശാപമുക്തിയും ഒക്കെ വരുത്തി തരുന്ന ദോഷ ദുരിതങ്ങളെ മാറ്റുന്നതാണ് പഞ്ചഗവ്യം കൊണ്ടുള്ള
അഭിഷേകം. ആദ്യമായിട്ട് പഞ്ചഗവ്യമാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്. നല്ലെണ്ണ അഭിഷേകമുണ്ട്. അത് വാതരോഗങ്ങളിൽ നിന്ന് ശരീരത്തിന് ക്ഷീണം, തളർച്ച, രോഗങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ചെയ്യുമ്പോൾ ഔഷധം നിങ്ങൾ കഴിച്ചോളണം. മരുന്നും മന്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലെണ്ണ അഭിഷേകം ചെയ്തത് തന്നെ അത് നമുക്ക് വാതരോഗങ്ങൾ, ശരീരത്തിലുള്ള രോഗപീഠകൾ ഒക്കെ മാറിക്കിട്ടും. അഭിഷേകം ചെയ്ത എണ്ണ ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രസാദമായിട്ടും ലഭിക്കുന്നുണ്ട്. അങ്ങനെ നല്ലെണ്ണ പാപനാശം, ത്വക്ക് രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള, ശരീരത്തുണ്ടാകുന്ന ഈ പാടുകൾ, കളർ വ്യത്യാസങ്ങൾ, രോഗങ്ങൾ, ത്വഗ് രോഗങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടുന്നതാണ് അഭിഷേകം ചെയ്യുന്നത്. പനിനീര് വിദ്യാ അഭിവൃദ്ധിക്കും കീർത്തിക്കും യശസ്സിനുമൊക്കെ വേണ്ടിയാണ് പനിനീര് അഭിഷേകം ചെയ്യുന്നത്. ഇളനീര് സന്താന ഭാഗ്യത്തിനും രക്തശുദ്ധിക്കും മനോബലത്തിനും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും അതേപോലെ നമുക്ക് നല്ല ഭക്തിയും ചിന്തയും ഒക്കെ ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി, നല്ല വ്യക്തിത്വം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പനിനീര് അഭിഷേകം ചെയ്യുന്നത്. ഇളനീര് അഭിഷേകം ചെയ്യുന്നത്. പാല് അഭിഷേകം ചെയ്യുന്നത് മനഃശാന്തിക്കും ശരീരകാന്തിക്കും, ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണം, തളർച്ച, അസ്വസ്ഥത ഇതൊക്കെ മാറിക്കിട്ടുന്നതിനും പാൽ അഭിഷേകം ചെയ്യും. തേൻ അഭിഷേകം ചെയ്യുന്നത് രോഗശമനത്തിന് വേണ്ടിയാണ്. പല പല രോഗങ്ങൾ ഒന്ന് മാറി ഇങ്ങനെ വരുന്നതിന് പരിഹാരമാണ് ഭഗവാന് തേൻ അഭിഷേകം ചെയ്യുന്നത്. തൈരഭിഷേകം ചെയ്യുന്നത് സന്താന അഭിവൃദ്ധിക്കും ശരീരത്തിലുള്ള ആദിവേദികളും രോഗങ്ങളും മാറിക്കിട്ടുന്നതിനും, ഗർഭിണിയൊക്കെ നല്ല പ്രസവം ലഭിക്കുന്നതിനും, മക്കളുണ്ടാകാൻ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും ഈ തൈര് അഭിഷേകം ചെയ്യും. നെയ്യഭിഷേകം സൗഭാഗ്യം, ആരോഗ്യം, ഐശ്വര്യം, പ്രഭാവം, കീർത്തി ഇതൊക്കെ ഉണ്ടാക്കിത്തരും. മഞ്ഞൾ അഭിഷേകം ഐശ്വര്യത്തിനും വിവാഹ തടസ്സമുള്ളത് മാറിക്കിട്ടാനും, ദീർഘസുമംഗലി ഭാഗ്യം കിട്ടാനും, നല്ല ഭാര്യ പാതൃ ദാമ്പത്യ സൗഖ്യം കിട്ടാനുമാണ് മഞ്ഞൾ അഭിഷേകം ചെയ്യുന്നത്. കുങ്കുമം അഭിഷേകം ചെയ്യുന്ന ദീർഘായുസ്സും ആരോഗ്യവും ദീർഘസുമംഗലി ആയിട്ട് ജീവിക്കാനും, ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാകാനും, നല്ല ഭാര്യയും നല്ല ഭർത്താവും നല്ല ദാമ്പത്യവും ഒക്കെ കിട്ടാനും വേണ്ടിയാണ് കുങ്കുമം അഭിഷേകം ചെയ്യുന്നത്. അരിമാവ് അഭിഷേകം ചെയ്യുന്നുണ്ട്. അത് മൃത്യുദോഷങ്ങൾ മാറ്റാൻ, ശരീരത്തിന് നല്ല ആരോഗ്യവും ബലവും ഭക്തിയും ശക്തിയും ഓജസ്സും തേജസ്സും ഒക്കെ ലഭിക്കാനാണ് അരിമാവ് അഭിഷേകം ചെയ്യുന്നത്. ചന്ദനം മോക്ഷപ്രാപ്തിക്കും ഐശ്വര്യത്തിനുമാണ് നമുക്ക് ചന്ദനം അഭിഷേകം ചെയ്യുന്നത്. ഭസ്മം ശരീരത്തിലുള്ള രോഗങ്ങൾ, ബാധാദോഷങ്ങൾ, ശത്രുക്കളുടെ വിളിച്ചവീഴ്ച, മാരണദോഷങ്ങൾ, ശാപതാപ ദോഷ ദുരിതങ്ങളൊക്കെ പാവക്ഷയമൊക്കെ വരുന്നതിന് വേണ്ടിയാണ് ഭസ്മാഭിഷേകം ചെയ്യുന്നത്. പുഷ്പാഭിഷേകം ധനസമൃദ്ധിയും ഋണമോചനം, നമുക്ക് കടബാധ്യതകളൊക്കെ മാറാനും, അപകടങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, കൃഷിനഷ്ടം, വ്യാപാര നഷ്ടം, നാൽക്കാലി നഷ്ടം ഇങ്ങനെയൊക്കെയുള്ള വിഷമതകൾ മാറുന്നതിന് വേണ്ടി ഭഗവാന് പുഷ്പാഭിഷേകം വളരെ നല്ലതായിട്ടുമുണ്ട്. കളഭച്ചാർത്തും ഉണ്ട്. കളഭം എന്ന് പറയുന്നത് ഭഗവാന്റെ സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രധാനം, തേജസ്, ഓജസ്, ഭക്തി, ശക്തി, ആരോഗ്യം, സൗന്ദര്യം, വിദ്യ എല്ലാ ഗുണങ്ങളും കിട്ടുന്നതാണ് കളഭച്ചാർത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോരോ ദ്രവ്യങ്ങളെ കൊണ്ടുണ്ടാകുന്ന അഭിഷേകാദി ഗുണങ്ങൾ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതാണ്. അത് ഏത് സാധനം കൊണ്ട് അത് നമുക്ക് എത്ര അളവിൽ ചെയ്യണമെന്നുള്ളതിൻ്റെ വിവരം അറിയിച്ചാൽ നമുക്ക് അത്രയ്ക്കും സാധനം നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ നമുക്ക് വാങ്ങിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യാമെന്നുണ്ട്. അത് ചെറുതോ വലുതോ ഒന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ 1 ലിറ്റർ നെയ്യ് അല്ലെങ്കിൽ 1 കിലോ കളഭം ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 50 ഗ്രാമോ 100 ഗ്രാമോ ഉള്ളതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. മാർക്കറ്റിൽ നമുക്കൊരു സാധനം, ഒരു നെയ്യ്ക്ക് 1 ലിറ്ററിന് ഇപ്പോൾ 700 രൂപയാണെങ്കിൽ ആ തുകയാണ് നമുക്ക് കൊടുക്കേണ്ടതുള്ളത്. അത് ആ രീതി അനുസരിച്ച് ചെയ്യും. പ്രസാദം ആവശ്യമുള്ളവർ, നൂല് ജപിച്ചത് ആവശ്യമുള്ളവർ
പ്രസാദം ആവശ്യമുള്ളവർ കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ, ക്ഷേത്രകാര്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മനസ്സുള്ളവർക്കൊക്കെ ഇത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ എല്ലാവിധ കാര്യങ്ങളും ചെയ്യാം. ഈ അമാവാസി ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും ഭക്തന്മാർക്ക് വന്ന് ദർശന പുണ്യം നേടാൻ പറ്റുന്ന സമയമാണ് അമാവാസി ദിവസം. അമാവാസി പൂജയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ വിദ്യയ്ക്കും കുടുംബത്തിനും സന്താനത്തിനും സൗഭാഗ്യത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങളും കിട്ടി സർവ്വ ആദിവേദികളും ദോഷ ദുരിതങ്ങളും ശാപതാപദോഷ ദുരിതങ്ങളും ദേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, പ്രതിശാപദോഷങ്ങളും മാറിക്കിട്ടും എന്നുള്ളത് ഏറ്റവും ശരിയായ കാര്യമാണ്. എല്ലാവർക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.